അടുക്കളയുടെ നിശബ്ദതയിൽ നിന്നും ഒരു ശബ്ദം. ജീവിതത്തിൻ്റെ രുചികൾ പറഞ്ഞു തുടങ്ങാം. ഞാൻ ഫസ്ന. നമുക്ക് എല്ലാം ഒന്നും ആഗ്രഹിച്ചതുപോലെ നടക്കണമെന്നോ നടത്താമെന്നോ പറയാൻ പറ്റില്ല. കാരണം ചിലത് നാം നേടിയെടുക്കുമ്പോൾ മറ്റു ചിലതെന്തെങ്കിലും നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. തീർച്ചയാണ്, നല്ലൊരു ഫാമിലി ലൈഫ് കെട്ടിപ്പടുക്കുമ്പോൾ പ്രൊഫഷണൽ ലൈഫോ ഡ്രീം ലൈഫോ സോളോ ലൈഫോ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. എല്ലാം തുല്യനിലയിൽ കൊണ്ടുവരാമെന്ന് വാദിക്കുമ്പോൾ തുടക്കമെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പിന്നീട് നമുക്കത് ബാലൻസ് ചെയ്ത് ഹാപ്പി ആക്കാമെന്ന് മാത്രം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെയും അപ്പോഴത്തെ സാഹചര്യത്തിന് വേണ്ടി പൂർണ്ണമായി ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോഴാണ് നാം ഇതുപോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ലൈഫ് അണയാതെ ഫയർ കൊടുത്ത് ഇമ്പ്രൂവ് ആക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഓക്കെ, ഞാനൊരു കഥ പറയാം. പ്രശസ്തമായ ഒരു നാടകത്തിൻ്റെ വരികളാണ് കേട്ടോ. ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞ് സ്വപ്നങ്ങളും ബന്ധങ്ങളും അവളുടെ സ്വന്തം ജീവിത മൂല്യങ്ങളും ഒന്നൊന്നായി നഷ്ടപ്പെട്ടു. എല്ലാ വാതിലുകളും അടഞ്ഞുപോയി. അവൾ ഒറ്റപ്പെട്ടിരിക്കുകയും ഇനി എനിക്കൊരു ഭാവിയില്ല എന്ന് അവൾ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഗുരുനാഥൻ അവളോട് പറഞ്ഞത്, സന്ധ്യയായി തോന്നുന്ന ഈ ഇരുട്ട്, അതാണ് പലപ്പോഴും പുതിയൊരു പ്രഭാതത്തിൻ്റെ ആദ്യം. അപ്പോൾ പ്രഭ ചോദിച്ചു, എനിക്കോ? എനിക്ക് ഇപ്പോഴും ഒരു പ്രഭാതമുണ്ടോ ഗുരു? ഗുരുനാഥൻ ചെറുതായി ചിരിച്ചു പറഞ്ഞു, പ്രഭ, ഈ ഇരുട്ടിൽ വീണതുകൊണ്ട് നിന്റെ പ്രകാശം നഷ്ടമായിട്ടില്ല. നീ ഇപ്പോഴും നിന്റെ ഉള്ളിൽ മൂളിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഗാനമില്ലേ? ആ ഗാനം കേൾക്കാതെ പോയതുകൊണ്ട് ആ ഗാനം ഒരിക്കലും മരിക്കുന്നില്ല. പ്രഭയുടെ കണ്ണുകളിൽ ആദ്യമായി ഒരു ചെറിയ വെളിച്ചം ജ്വലിച്ചു. അവൾ അതേ രാത്രിയിൽ ഒരു ചെറിയ തീരുമാനമെടുത്തു. വീണ്ടും പഠിക്കണം, വീണ്ടും ജോലി കണ്ടെത്തണം, വീണ്ടും ഒരു ജീവിതം പണിയണം. ടാഗോർ എഴുതുകയാണ് വീണ്ടും. അവളുടെ ജീവിതം തിരിച്ചു വന്നത് ഒരുമിച്ചല്ല, ഒരു ചെറിയ ധൈര്യത്തിൻ്റെ കണിക കൊണ്ടാണ്. ആ കണിക തന്നെ അവൾക്കൊരു പുതിയ ജീവിതം നൽകി. അങ്ങനെയുള്ള ഓരോരുത്തർക്കും വേണ്ടി ഒരു ദിവസം എൻ്റെ 1% ഇമ്പ്രൂവ് ചെയ്യാം. ഈ കോട്ടം എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം ഒരു സന്തോഷം പ്ലസ് ഒരു ക്രിയേറ്റിവിറ്റി പ്ലസ് ഒരു സെൽഫ് ലവ് പ്ലസ് ഒരു ചാരിറ്റി